ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതിനിടയിൽ ഇവിടുന്ന് ഒരു കല്യാണം കഴിച്ചു. പേര് സുനന്ദ. ഇവിടെ ഒരു വീട്ടിൽ പണിക്ക് നിന്നിരുന്നതാ. വഴിയിൽ വെച്ച് കണ്ട് പരിചയമായി. കുറേ കാലം അമ്മ നാട്ടിൽ പെണ്ണൊക്കെ അന്വേഷിച്ചു. ഇപ്പൊ പിന്നെ ആ ബുദ്ധിമുട്ടില്ല. ദുബായ് മാമന്റെ കൊട്ടാരം കാണണ്ടേ? മോളുവാ. ഇതാണ് മോളെ ദുബായ് മാമന്റെ കൊട്ടാരം. റാണിയെ കാണണ്ടേ? വാ മോള് വാ. ഇതാരാ? നാട്ടിലുള്ളതാ, തങ്കേച്ചിയുടെ മോള്. ഗോപാലേട്ടൻ ഇത്തവണ ഗൾഫിൽ നിന്ന് വന്നിട്ട് നാട്ടിൽ പോയില്ലല്ലോ. നീ ഇനി നുണ പറഞ്ഞ് കഷ്ടപ്പെടുന്നു. കൊച്ചിനോട് ഞാനെല്ലാം പറഞ്ഞു. ഞാൻ ആരോടൊന്നും പറയില്ലെന്ന് ഗോപാലേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. ഗോപാലേട്ടന്റെ കഥകളൊക്കെ കേട്ടപ്പോ പാവം തോന്നി. ഈ കൊച്ചൊരാവശ്യത്തിന് വേണ്ടി സിറ്റി വന്നതാ. ഇന്ന് നമ്മളോടെ ഉണ്ടാവും. ആ മോള് വാ. അച്ഛന്റെ ചക്കര മോളാ. അച്ഛന്റെ നാട്ടിലുള്ള ചേച്ചിയാ മോളെ. വാ മോളെ. എന്താ മോളുടെ പേര്? ഭാഗ്യ. ആഹാ. ആ മോളെ, ഈ ബാഗ് കൂടെ എടുത്തോ. അയ്യോ വേണ്ട മോളെ, ചേച്ചി എടുത്തോളാം. ചേച്ചി വാ. വാ. പാവങ്ങളാ. തങ്കേച്ചി പണ്ട് ഒരുപാട് സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും മറക്കാൻ പറ്റില്ല. കേട്ടോ കൃഷ്ണമോളെ, സിറ്റിയിലെ കാശുകാര് വല്ലപ്പോഴൊരിക്കൽ കുറേ ദൂരം യാത്ര ചെയ്തിട്ട് കഞ്ഞി കുടിക്കാൻ പോകും. എന്നിട്ട് അവര് കുടിച്ച കഞ്ഞിയെക്കുറിച്ചും പയറിനെ കുറിച്ചും ഒക്കെ പറയുന്നത് കേൾക്കണം. ഓ, അതിപ്പോ നമ്മുടെ നാട്ടിലും പഴങ്കഞ്ഞിക്കടയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നല്ല തിരക്കാന്നേ. അവര് സൂഹിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കുന്നു, നമ്മള് ജീവിക്കാൻ വേണ്ടി കഞ്ഞി കുടിക്കുന്നു. ഞങ്ങള് ഗോപാലേട്ടന്റെ നാടൊന്നും ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ എപ്പോഴും പറയും അച്ഛനോട് ഞങ്ങളെ കൊണ്ടുപോയി, പക്ഷേ അച്ഛൻ കേൾക്കൂല. ആണോ? എങ്ങനെ കൊണ്ടുപോവാന്? ഗോപാലന്റെ അറബിയുടെ വലം കൈയായിട്ട് നടക്കുകയല്ലേ. വീട് മാമ, ദാരിദ്ര്യായാലും നിങ്ങൾ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത്? അതെ മോളെ, ഒരു കുറവും ഞങ്ങൾക്ക് ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ ഇല്ലായ്മ ഒരു കുറ്റമൊന്നല്ലല്ലോ. എന്നെ കൊണ്ടാവുന്ന ദുരിതങ്ങൾ ഞാനും കൊടുക്കുന്നുണ്ടേ. സുഖമില്ല, ഇടയ്ക്കിടയ്ക്ക് ഡോക്ടർമാരെ കാണലും ഓട്ടോ ഒക്കെ ഉണ്ട്. ആ കൊച്ചു കഞ്ഞി കുടിക്കട്ടെ, വെറുതെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞിട്ട്. മോള് മാമനെ കുറിച്ച് നാട്ടിലൊന്നും ചെന്ന് പറഞ്ഞേക്കല്ലേ. കാശുകാരനാന്ന് വിശ്വസിക്കുന്നവര് അങ്ങനെ അങ്ങ് വിശ്വസിച്ചോട്ടെ. നീ കുറച്ച് കഞ്ഞിയോടെ ഒഴിച്ചു കൊടുക്കും സുനന്ദേ. അയ്യോ വേണ്ട വേണ്ട, എന്റെ വയറ് നിറഞ്ഞു പൊട്ടാറായി. നവീൻ ഇവിടെ ഒരുപാട് തവണ വന്നിട്ടുള്ളതല്ലേ, അപ്പൊ പിന്നെ വഴി ഏതെന്ന് നല്ല ധാരണ ഉണ്ടാവില്ലേ? എടോ, ഈ കാട്ടിൽ താമസിക്കുന്നവർക്ക് പോലും കോടമഞ്ഞ് ഇരുട്ടും വീണാലേ വഴി തെറ്റും. പിന്നെയാണോ എനിക്ക്? ഇനിയിപ്പൊ എന്ത് ചെയ്യും? നമ്മളെപ്പോലെ പെട്ടുപോയവരാരെങ്കിലും ഈ കാടിനകത്തുണ്ടാവും. അതിന് തന്നെ പോലെ വേറെ ആർക്കും ഭ്രാന്തില്ലല്ലോ. എടോ, തേനെടുക്കാൻ വന്നവർ കാണും, വിറകെടുക്കാൻ വന്നവർ കാണും. അവരാരെ കണ്ടാലും നമുക്ക് കൂടെ കൂട്ടാം, പുറത്തേക്കുള്ള വഴിയും ചോദിക്കാം. ഇറങ്ങി പുറപ്പെടുകയും ചെയ്തു. റേഞ്ച് ഉണ്ടായിരുന്നെങ്കിൽ മമ്മി ഒന്ന് വിളിക്കായിരുന്നു. ഇവിടെയല്ല, ഏത് കൊടുങ്കാട്ടിൽ പെട്ടാലും മമ്മിക്കൊരു ഫോൺ കോൾ ചെയ്താൽ മതി. മമ്മി നമ്മളെ രക്ഷിച്ചിരിക്കും. ഇതിനകത്തേക്ക് പറന്നു വരാൻ മമ്മി എന്താ ഡിങ്കനാ?